Sabajamana
കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലാകട്ടെ. ആത്മാവ് കർത്താവായ യേശുവിനെ നമ്മൾ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനാൽ സാത്താനെ പിന്നീട് വിധിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരപ്പൊളിമാകേണ്ടതെ മുഴുവൻ പൊളിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ പൊളിപ്പില്ലാത്തവരായിരിക്കും. പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പൊളിമാകെ നീക്കളെ. നമ്മുടെ പിശുക്കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ ആദ്യാന്ന പഴയ പൊളിമാ കൊണ്ടല്ല, ഈ തിന്മയും ദുഷ്ടതയുമായ പൊളിമാ കൊണ്ടതല്ല, സ്വച്ഛതയും സമ്പന്ന സത്യവുമായ പൊളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചുകൊണ്ട രാത്രി അവനപ്പെടുത്ത് സ്തോത്രം ചൊല്ലി നോക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണേ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുമ്പോഴും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകുന്നു. മനുഷ്യൻ തന്നെത്താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഭേദമായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമായി തീരുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നിങ്ങളെ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിക്കുകയും വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷക്കാരുടെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും പാർക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. മുന്തിരിച്ചാറ് ഞാൻ പഠിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
മഹത്വമുള്ള
സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും അനുഗ്രഹിക്കണമേ. കർത്താവ് കർത്താവും മഹോന്നതനാമനുമായ രാജാവേ, ഞങ്ങൾക്ക് മാറും ദിവ്യമോചനവും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവുണ്ടാകണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നിൽക്കണമേ. ഞങ്ങളെ സഹായിപ്പാൻ ചെയ്യണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വാങ്ങിച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളവനോദ്യം നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും നീക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാനേ, നീ പ്രകൃതിയാവർത്തമാനം വിശുദ്ധന്മാർക്ക് കൃപയോടെ പരിശുദ്ധത നൽകുന്നവരുമാകുന്നു. രഹസ്യപൂർണമായ മാളികയിൽ വെച്ച് പാപപരിഹാരം നൽകുന്ന നിന്റെ ശരീരം നിന്റെ ശിഷ്യന്മാർക്ക് നീ നൽകി. സകല വിശ്വാസികൾക്കും പാപപരിഹാരപ്രദമായ നിന്റെ രക്തം നീ പകർന്നു കൊടുത്തു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയെന്ന് നീ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, അയോഗ്യനായ എന്നെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ചു വരുത്തിയിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവികവും ആത്മീയവുമായ ഈ ബലിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആനന്ദഭരിതരായി ഇപ്രകാരം പറയുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ കടങ്ങൾ വെടിപ്പാക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. പൂർണ്ണന്മാർ തന്മൂലം സ്വർഗത്തിലേക്ക് ഉയരുന്ന ദൈവിക ബലി ഇതാകുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി രക്തം കൂടാതെ ബലി അർപ്പിക്കപ്പെടുന്ന ദൈവിക ബലി ഇതാകുന്നു. തന്റെ സ്വീകാര്യോഗ്യമായ ബലിമൂലം ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിക്കുമോ ആ ദൈവിക ബലി ഇതാകുന്നു. വിശ്വാസികളും രക്ഷിതരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സമയസ്ഥാനം നിർദ്ദേശിച്ചു തന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധം പ്രദാനം ചെയ്ത ദൈവിക ബലി ഇതാകുന്നു. പാപികളും കുറ്റങ്ങളും പാപങ്ങളും തന്മൂലം ക്ഷമിക്കപ്പെടുന്ന ദൈവിക ബലി ഇതാകുന്നു. കർത്താവ് നല്ലവനാകുന്നു എന്ന് രുചിച്ചറിയുകയും പറഞ്ഞുകൊണ്ട് ദിവ്യാത്മാ ദീർഘദർശിയായ ദാവീദെ സൂചിപ്പിച്ച ദൈവിക ബലി ഇതാകുന്നു. മഹാപുരോഹിതനായ യൂസോദോമിന്റെ പുത്രൻ യോശുവ ദീർഘദർശി ഏതോ ദിനാമന്റെ മാലിന്യ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞുവോ ആ ദൈവിക ബലി ഇതാകുന്നു. യെശയ്യാ ദീർഘദർശിക്ക് ഒരു നിക്ഷേപമായി അഗ്നികുടലുകൊണ്ട് നൽകപ്പെട്ട ദൈവിക ബലി ഇതാകുന്നു. മഹാപ്രധാനാചാര്യനായ മൽക്കിസേദെക്കിനെ അർപ്പിച്ച അപ്പവും വീഞ്ഞും മൂലം ഏതൊരു നിർമ്മല ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സന്ധ്യാസമയത്തെ അർക്കപ്പെട്ട കുഞ്ഞാട് മൂലം കർത്താവിന്റെ ദീർഘദർശി ഏതൊന്നിന്റെ ദൃഷ്ടാന്തം കാണിച്ചിരുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാക്ഷിച്ചിട്ടും കഴിയാതിരുന്ന ദൈവിക ബലി ഇതാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ജാതികളുടെ ഗണങ്ങൾ യാതൊന്നിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നു ആ ദൈവിക ബലി ഇതാകുന്നു. പരിശുദ്ധ
പരിശുദ്ധമായ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന ദൈവിക ബലിയാകുന്നു. ദീർഘദർശിമാരെ തലവനായ മോശ മേശയ്ക്ക് സൂചിപ്പിച്ചു പോന്നിരുന്ന കാഴ്ചയപ്പം മൂലം സൂചിപ്പിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. അഗ്നിമയന്മാരാലും ആത്മീയരുമായ കോപന്മാരും ശ്രോപ്പന്മാരും ഏതൊന്നിന്റെ മുമ്പാകെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുവോ ആ ദൈവിക ബലിയിലാകുന്നു. പിതാവിനോടും പുത്രനോടും ഒന്നായിരിക്കുന്ന പരിശുദ്ധ രൂപ ആവസിച്ച് ഏതൊന്നിനെ ശുദ്ധീകരിക്കുന്നുവോ ആ ദൈവിക ബലിയിലാകുന്നു. അനാദിത്യമായ പിതാവ് പൂർത്തിയാക്കുകയും വാത്സല്യപുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധ രൂപ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക ബലിയിലാകുന്നു. ദൈവികാതൃത്വത്തിന്റെ മധ്യമധ്യയായി തന്റെ തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങൾ മൂലം നിർവഹിച്ചതായ ആ ദൈവിക ബലിയിലാകുന്നു. ഞങ്ങളും വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശ്രേഷ്ഠമായ മഹത്വത്തിനും സമൃദ്ധിയായ നൽവരങ്ങൾക്കും അർഹരായി തീരണമേ. ബലഹീനനും ബാധികനുമായി ഞങ്ങൾ തിരുസന്നിധി സമർപ്പിക്കുന്ന ഈ ധൂപത്തോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ ഓർമ്മ മഹത്വപ്പെടുത്തുന്നു. ഓശോ ദൈവത്തോടെ കീർത്തിച്ചിരുന്നു. Stay
ഇതു തന്നെ കരുണാസമയം. ഇതു കരുണയുടെയും അലിവിന്റെയും സമയം. സത്യസ്നേഹത്തോടെ ദാനം നൽകും സമയം. രഹസ്യപൂർണമായ ആത്മാവിന്റെ സമയത്ത് സൂചനാപരമായിരുന്ന പുരാതന ശുശ്രൂഷയെ പര്യവസാനിപ്പിച്ച് നിന്റെ കൃപയുടെ പുതിയ ഭൂകാസങ്ങളെ പരിഗണിപ്പിക്കുവാനായി വിശ്വാസങ്ങളെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധവും ഭൂകാസപരവുമായ നിന്റെ അത്താഴത്തിൽ ഞങ്ങളെ നിന്നോടുകൂടെ സമ്മതമുള്ളവരും പങ്കാളികളുമാക്കി തീർക്കണമേ. നിർമ്മലമായും ശിക്ഷാർഹരാകാതെയും അതിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുമാറാകണമേ. സകല പാപകാരത്തിൽ നിന്നും തന്മൂലം ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട ഇവിടെ വെച്ചും അനശ്വരമായ ഭാവി ജീവിതത്തിൽ വെച്ചും രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും ഞങ്ങൾ നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. നിന്റെ രാജ്യത്തിലെ സൗഭാഗ്യങ്ങളാൽ നിന്റെ സ്വർഗീയ മണവരെയും ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളോടുള്ള നിന്റെ കൃപയെ പ്രതി നിനക്കും നിന്റെ പിതാവിനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും ജീവനും സാരാംശത്തിനുണ്ടായിരിക്കുന്നതിനുമായ നിന്റെ ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ഞങ്ങൾ അർപ്പിക്കുന്നു. തലവലിക്കണം. ദൈവമേ, നിന്റെ തലവലിക്കുന്നു. ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലത്തെ ആവശ്യത്തിന്റെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ദോഷങ്ങൾക്കും വേണ്ടി രക്താർപ്പണമല്ലാത്ത ഈ ആത്മീയതയും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിലും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. സഹോദരങ്ങളെ, നാമെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടുകൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യങ്ങളായോടൊപ്പം വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കര പരിശുദ്ധമായ കൃപാനെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവന്റെ വലിയ സകലത്തിന്റെയും മുഴുവനായ പിതാവാം ദൈവത്തിന് നിരന്തരം സമാധാനത്തിലും മടങ്ങുന്നു. അനുഗ്രഹം സമാധാനം ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത്
സ്തുതികൾ പാടിപ്പാടി മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മസാകി സ്നേഹമൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്ഥിരത്താക്കുകയും ശരീരത്തിൽ കഷ്ടനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രി വിശുദ്ധ തൃക്കൈയിൽ അപ്പമെടുത്ത് വാഴ്ത്തി. ശുദ്ധീകരിച്ച് കുറിച്ച തന്റെ ശിഷ്യന്മാർക്ക് അവരോട് നിങ്ങൾ കരുതുന്ന വാങ്ങി ഭക്ഷിക്കുന്ന കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യാജീവനും വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു ഞാൻ ചെയ്തു. ശുദ്ധീകരിച്ച ശിഷ്യന്മാർക്ക് നൽകിയ അവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യാജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തിരുന്നാണ്ട് ചെയ്തു. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വരവ് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും അനുസ്മരിച്ചു കൊള്ളുകയെന്ന് അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ
പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവരായിരിക്കുകയും ചെയ്യണം. ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ Amen.
സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ശരീരം പ്രാപിക്കാം സ്വർഗാഗതമാം രക്ഷണ്യ കാസായം പാനം ചെയ്യാം ദേവാ ദയുണ്ടാകേണം നാഥ കൃപതോമേണമൻപാ കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
ദുഷ്ടനെന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ തലവനിക്കണം. നിന്റെ സകല സൃഷ്ടികളും അടങ്ങി നിൽക്കുന്നു. ഇപ്പോൾ മുമ്പാകെ തലവനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ വേണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. പരിശുദ്ധമോ ദൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാഥൻ തോന്നുന്നു സരാമാനിക്കുന്നതുമായ വിശുദ്ധത്തിന്റെ കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും നിലയിലോടും നാം സൂക്ഷിക്കണം. Peace,
രഹസ്യം. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഞങ്ങൾ പാനതയിലെ കുറ്റമുണ്ടാക്കുന്നതായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് പ്രതികാരത്തിനുമായി തീരരുത്. എന്നാണോ ഞങ്ങളെ ജീവനും രക്ഷകമായി ഭവിക്കണമേ. ദൈവത്തമ്പുരാനെ ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. അയോഗ്യരായ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്റെ തിരുനാമത്തെ